കണ്ണൂരിൽ കുളത്തിൽ നീന്തൽ പരിശീലനത്തിനിടെ അപകടം സംഭവിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അപകടത്തിൽ ചികിത്സയിലായിരുന്ന 11 വയസ്സുകാരൻ മരിച്ചു എന്നുള്ള ദാരുണമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്നും അമൽനാഥ് ചേരുന്നു. അമല്, എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അജയ്, കണ്ണൂരിൽ നിന്നും തുടർച്ചയായ നിമിഷങ്ങളിൽ അപകടങ്ങളുടെ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. കുറച്ചു സമയം മുമ്പാണ് ഒരു അതിഥി തൊഴിലാളി മരിച്ച വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ണൂർ എടക്കാട് കുളത്തിൽ നീന്തൽ പരിശീലിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ഈ കുട്ടി. എടക്കാട് ബീച്ച് റോഡ് റെയിൽവേ ഗേറ്റിന് സമീപം മുബാറക് മൻസിലിൽ കക്കുന്നത്ത് പയ്യോത്ത് മുഹമ്മദ് എന്ന 11 വയസ്സുകാരനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് ഉച്ചയോടുകൂടി മരണപ്പെട്ടത്. ഈ ഒരു അപകടത്തിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഞായറാഴ്ചയോടെയാണ്. ഞായറാഴ്ച രാവിലെ എടക്കാട് കൂട്ടുകാരോടൊപ്പം കുളത്തിൽ നീന്തൽ പരിശീലിച്ചു കൊണ്ടിരിക്കെ ഈ കുട്ടി വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ഈ കുട്ടിയെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും മറ്റും ആദ്യം ചാലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഈ കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായി തുടർന്നതിനെ തുടർന്ന് കോഴിക്കോടേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഈ കുട്ടിയുടെ അവസ്ഥയിൽ കാര്യമായ പുരോഗതി ഒന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു ഈ കുട്ടി. ഇന്ന് ഉച്ചയോടുകൂടി മരണപ്പെടുകയായിരുന്നു. എടക്കാട് സിറാജിന്റെയും ഷമീമയുടെയും മകനാണ് മരണപ്പെട്ട കുട്ടി. ദിയാന, അഹമ്മദ്, ഹാല, ജനാസ എന്നിവരാണ് ഈ കുട്ടിയുടെ സഹോദരങ്ങൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മരണപ്പെട്ട കുട്ടി. അജി. ശരി അമൽ.